ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരൊറ്റ ആയത്ത് മതി. ഞാൻ പറയുന്ന ഒരു 7 കാര്യങ്ങൾ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഞാൻ ചുരുക്കി പറയും. ഇസ്ലാം എന്തെന്ന് മുസ്ലിമീങ്ങൾ പഠിക്കണം. ഇന്ന് നമുക്കറിയാത്തത് ഹൈന്ദവ സഹോദരങ്ങൾക്ക് നന്നായിട്ട് ഇസ്ലാം എന്തെന്നറിയാം. ഞാന് സാധാരണ വായിക്കുന്ന ഒരു വാരികയുണ്ട്. ആ വാരിക ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഒരു വാരികയാണ്. ആ വാരികയിൽ ഒരു സ്വാമിജി ഖുർആൻ പഠിച്ച അദ്ദേഹത്തിന്റെ ശൈലിയിൽ എഴുതിയ ലേഖനങ്ങൾ വരാറുണ്ട്. ആ ലേഖനങ്ങൾ ഇങ്ങനെ വായിച്ചു വന്നപ്പോ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന ഒരു അർത്ഥം മുത്തഅല്ലിമീങ്ങളോട് ചോദിക്കാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ പഠിച്ചു വരുന്ന ഒരു അർത്ഥമുണ്ട്. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അത് ശരിയാണ്. നമുക്ക് അങ്ങനെ ഖുർആൻ അർത്ഥം വെക്കാൻ പറ്റൂ. കാരണം ഖുർആനിന്റെ പരിഭാഷയും ഖുർആനിന്റെ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് ബൃഹത്തായ ഗ്രന്ഥങ്ങൾ, ലേഖനങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും അർത്ഥം വെക്കണമല്ലോ. അങ്ങനെ വെക്കുകയാണ് കരുണാനിധിയും കാരുണ്യവാനും എന്നൊക്കെ പറഞ്ഞ് അർത്ഥം വെക്കുന്നത്. പക്ഷേ ആ ഹിന്ദു സന്യാസി ഖുർആൻ പഠിച്ചു. മുസ്ലിമിന് എവിടാ സമയം? വെറ്റിലയിലെ ചുണ്ണാമ്പ് തേക്കും പോലെ ഇങ്ങനെ നടക്കുക, ഈ മൊബൈലും നീക്കി. അവർക്ക് ഖുർആൻ പഠിക്കാൻ സമയമില്ല, ഖുർആൻ പഠിക്കാൻ അവർക്ക് താല്പര്യമില്ല. പിന്നെ ഇപ്പോഴോ ആത്മീയമായ പ്രസരിപ്പും ആത്മീയമായ ത്രസിപ്പിക്കലുമായിട്ട് രാവിലെ പ്രഭാത പ്രാർത്ഥന, കുറച്ചു കഴിഞ്ഞാൽ മധ്യാഹ്ന പ്രാർത്ഥന, പിന്നെ പൂർവാന പ്രാർത്ഥന, പിന്നെ സായാഹ്ന പ്രാർത്ഥന, ഓരോ ഉസ്താദുമാരുടെ ഓൺലൈൻ ഇബാദത്തുകളിലേക്ക് ഇങ്ങനെ അഡിക്റ്റ് ആയിക്കൊണ്ട് അങ്ങനെ കുറെ സമയം പോകുന്നു. നല്ലത് തന്നെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. അതിൽ നമുക്ക് തർക്കോ അല്ലെങ്കിൽ അതിൽ നമുക്ക് പ്രത്യേകമായ വേറെ ഒന്നുമില്ല. പക്ഷേ ഖുർആൻ നമ്മൾ ഒരു ദിവസമെങ്കിലും പഠിക്കാൻ തയ്യാറാകണം. സഹോദരിമാർക്ക് മാതൃകയായി മസ്ജിദുൻ നബവിയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. അള്ളാഹു ആ മഹദിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ നാട്ടിലെ സഹോദരിമാർക്കൊക്കെ അള്ളാഹു താല ഖുർആനിനെ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. വന്നിട്ട് പരാതി പറയാ അള്ളാന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പരാതി പറഞ്ഞു. എന്താ പരാതി എന്നറിയോ? പുരുഷന്മാർക്ക് എപ്പോഴും വഴല് കേൾക്കാം, പുരുഷന്മാർക്ക് എപ്പോഴും അങ്ങയുടെ ക്ലാസ്സിൽ പങ്കെടുക്കാം, ഞങ്ങൾക്ക് ഒരു അവസരവും ഇല്ലല്ലോ റസൂലേ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ദിവസം അങ്ങ് നിശ്ചയിച്ച് തരണമെന്ന് പറഞ്ഞ് വനിതാ ക്ലാസ് നബിതങ്ങൾ എടുക്കണമെന്ന് നിർബന്ധം പിടിച്ച മദീനയിലെ പ്രിയപ്പെട്ട മഹിളാ രത്നങ്ങളായ നമ്മുടെ പൂർവ്വസൂരികൾ അവസാനം ഒരു ദിവസം അവർക്ക് നബിതങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു. ആ ദിവസം അവരുടെ സംശയങ്ങൾ കൃത്യമായി പരസ്യമായിട്ട് പറയാനുള്ളത് പരസ്യമായിട്ട് വ്യക്തമാക്കി കൊടുക്കാൻ പറ്റുന്നത് വ്യക്തമാക്കി ആയിഷ ബീവി ഇടപെട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ സ്ത്രീകളുടെ സകല വിഷയങ്ങളെ പറ്റിയിട്ടും ഒരു കൃത്യമായ രേഖ അള്ളാഹുവിന്റെ റസൂല് തുറന്നു വെച്ചു. ഇന്ന് മുസ്ലിം പെണ്ണിന് സമയമുണ്ടോ പഠിക്കാൻ? ഞങ്ങളെ പറ്റി വല്ല പറഞ്ഞാൽ ഞങ്ങളെ തല്ലാൻ ഒരുപാട് ആളുകളുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കും ഞങ്ങളെ. നിങ്ങളെ വല്ലതും പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആളുള്ളവരാ നിങ്ങൾ. ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും പറഞ്ഞൂടാ. അങ്ങനെ പറയുന്ന ആളെയൊക്കെ ബഹിഷ്കരിക്കപ്പെടുകയാണ്. അങ്ങനെ പറയുന്ന ആളുകളെയൊക്കെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ എന്ന് വെച്ചിട്ട് പറയാതിരിക്കുമെന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ നന്നാവോ നന്നാവാതിരിക്കേ. അത് എന്റെ പെണ്ണും എന്റെ ഉമ്മയും എന്റെ പെങ്ങളും എന്റെ മകളും അടങ്ങുന്ന മുസ്ലിം പെണ്ണിനോടാ പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു നാട്ടിലെ പെണ്ണിനോടല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കണം. ആ സ്വാമിജി ഖുർആൻ ഇങ്ങനെ വായിച്ചു വന്നിട്ട് അദ്ദേഹം കണ്ടെത്തിയ ഒരു അർത്ഥം എത്ര മനോഹരമാണ്. വല്ലാത്ത ഒരു വികാരം തോന്നുന്ന ഒരു അർത്ഥമാണ് അദ്ദേഹം വെച്ചത്. അർ റഹ്മാൻ. എന്താ നമ്മൾ വെക്കുന്ന അർത്ഥം? ഈ ലോകത്ത് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും അള്ളാഹു ഒരുപോലെ ഗുണം ചെയ്യും. അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നവനും എന്തല്ല ഏതല്ല എന്ന് ചോദിച്ചിട്ട് അറിയോ? അള്ളായെ തെറിവിളിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ എത്ര ഫേസ്ബുക്ക് പേജ് ഉണ്ടെന്നറിയോ? അള്ളായെ തെറിവിളിക്കാൻ വേണ്ടി മാത്രം. അഷ്റഫുൽ ഖൽഖിനെ ചീത്ത പറയാൻ വേണ്ടി എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നറിയോ ഫേസ്ബുക്കിൽ?
നിങ്ങളിതൊക്കെ കാണണ്ടെന്ന് വിചാരിച്ചാലും ഏതെങ്കിലുമൊക്കെ നമ്മളെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അവരെന്ത് ചെയ്യുന്നറിയോ, എന്തെങ്കിലുമൊക്കെ വരുമ്പോ എവിടെയെങ്കിലും പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ലിങ്ക് എടുത്ത് നമുക്ക് ഇട്ട് തരും. അറിയാതെ കൈതട്ടി അതിലേക്ക് കയറിപ്പോയാ പിന്നെ അന്നത്തെ ഒരു ദിവസം മൊത്തം മൂഡൌട്ടാണ്. കാരണം എന്താണ്? അള്ളാന്റെ ഹബീബിനെയും അള്ളാഹുവിനെയും പറയുന്ന തെറി ഒരു ഹിന്ദു പറയില്ല, ഒരു ക്രിസ്ത്യാനി പറയില്ല, ഒരു മതത്തെ വിശ്വസിക്കുന്ന ഒരാളും പറയില്ല. ഈ മതം വേണ്ട, ഹിന്ദു മതം വേണ്ട, ക്രിസ്ത്യൻ മതം വേണ്ട, ജൂതമതം വേണ്ട, ഇസ്ലാം മതം വേണ്ട, ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കാളകളെ പോലെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവര് ഹിന്ദുവിന്റെ ശത്രുവാണ്, അവര് മുസ്ലിമിന്റെ ശത്രുവാണ്, അവര് ക്രിസ്ത്യൻസിന്റെ ശത്രുവാണ്, അവര് മതത്തിന്റെ ശത്രുവാണ്, അവര് ജാതിയുടെ ശത്രുവാണ്. അങ്ങനെയുള്ള ചില ആളുകളൊക്കെയാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഖുർആനിന്റെ അധ്യാപനത്തിൽ നിന്ന് പരിശുദ്ധമായ ഖുർആനിനെ നന്നായിട്ട് വായിച്ചു പഠിച്ച ഒരു നല്ല സ്വാമിജി, അദ്ദേഹം ഖുർആനിനെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ മഴവെള്ളം. മഴവെള്ളത്തിന്റെ പ്രത്യേകത എന്താ? നമുക്കൊരു അധ്വാനവും ഇല്ല, നമ്മളാരും നീരാവി കയറ്റി വിടണ്ട, നമ്മളാരും കാർമേഘത്തെ നമുക്ക് ഒരുമിച്ച് കൂട്ടണ്ട, ആ കാർമേഘക്കീറിൽ നിന്ന് മഴ വലിച്ചിറക്കണ്ട, നമ്മൾ മഴയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, എല്ലാവർക്കും മഴ കിട്ടും. ഇവിടെ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ എന്റെ കൂടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർക്കും മഴ കിട്ടും, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും മഴ കിട്ടും. ഇവിടെ ആണിനും കിട്ടും, പെണ്ണിനും കിട്ടും, മതമുള്ളവനും കിട്ടും, ഇല്ലാത്തവനും കിട്ടും, എല്ലാവർക്കും വെള്ളം കിട്ടും, മഴവെള്ളം. അധ്വാനം വേണ്ടേ വേണ്ട. അതാണ് റഹ്മാൻ. അദ്ദേഹത്തിന്റെ ചിന്തയിൽ വന്ന ഒരു ആശയമാണ്. റഹീം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത അർത്ഥം എന്താണ്? ഇവിടെ വഴിപ്പെടുന്നവർക്ക് മാത്രം ആഖിറത്തിലുള്ള കൂലി കൊടുക്കും. അതിന് അദ്ദേഹം കണ്ടെത്തിയ ഉദാഹരണം കിണറ്റിലെ വെള്ളം എന്നാണ്. കിണർ ആർക്കാ വെള്ളം കിട്ടുക? കിണറിന് സ്ഥലം കണ്ടെത്തണം. എന്തോ ഒരു പാടാ, എത്ര ആൾക്കാരെ വിളിക്കണം, എന്നിട്ട് ഒരു ഉസ്താദിനെയോ തങ്ങളെയോ കൊണ്ടുവന്ന് കുറ്റിയിടണം. 500 രൂപയെങ്കിലും കുറയാതെ കൈമടക്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പണിക്കാരന് കൊട്ടേഷൻ കൊടുക്കണം. ഞാൻ ഇത്ര കോലിന് ഇത്ര രൂപ, ഇത്ര കോലിന് ഇത്ര രൂപ. ഒരാൾ പറയും കോല് കണക്കൊക്കെ അങ്ങ് വിട്ടേക്ക്, വെള്ളം കാണുന്നത് വരെ ഞാൻ കുഴിച്ചു തരാം, എനിക്ക് ഇത്ര രൂപ തന്നാ മതി. നമ്മൾ ലാഭം നോക്കി കാൽക്കുലേഷൻ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരാളെ ഏൽപ്പിക്കും, അയാൾക്ക് കൃത്യമായി പൈസ കൊടുക്കണം. അവസാനം വെള്ളം കിട്ടുമ്പോ സന്തോഷത്തോടെ ഭാര്യയ്ക്കും മക്കൾക്കും നമുക്ക് ഇരുന്ന് വെള്ളം കുടിക്കാം. ഇത് അധ്വാനിച്ച് കിട്ടുന്നതാണ്. അതാണ് റഹീം. ഇതാരാ കണ്ടെത്തിയത്? ഒരു മുസ്ലിം കലാലയത്തിന്റെ പ്രിൻസിപ്പളോ സർവകലാശാലയിലെ ഏതെങ്കിലും പ്രൊഫസറോ അല്ല, മറിച്ച് ഇത് കണ്ടെത്തിയത് ഹിന്ദു കുടുംബത്തിൽ ഹിന്ദുവായ അച്ഛനും ഹിന്ദുവായ അമ്മയ്ക്കും പിറന്ന ഹൈന്ദവ വിശ്വാസങ്ങളിൽ ജീവിക്കുന്ന, അല്ലാഹു അല്ലാത്ത ദൈവങ്ങളുണ്ട്, ദേവന്മാരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ഹൈന്ദവ സന്യാസി. അദ്ദേഹം ഖുർആൻ പഠിച്ചു. എ.ജി. രാഘവൻ നായർ വിശുദ്ധ ഖുർആനെ പഠിച്ചിട്ട് ഖുർആനിന്റെ മുഴുവൻ ആയത്തുകളും സൂറത്തുൽ ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ മിൻ ശദ്ദിൽ വസ്വാസിൽ ഖന്നാസിൽ ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നത്തി വന്നാസ് വരെയുള്ള 114 അധ്യായങ്ങളിലെ 6660 ചില്ലുവാനം ആയത്തുകളെയും പദ്യരൂപത്തിലാക്കി അദ്ദേഹം പഠിച്ചിട്ട്. ഇത്ര മനോഹരമാണ്. അതിൽ ഫാത്തിഹയുടെ ഭാഗമാണ് പല സ്കൂളുകളിലും ഇന്ന് ആ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ ഖുർആൻ പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ മുസ്ലിം താത്താക്ക് സമയമില്ല, മുസ്ലിം കാക്കാക്ക് സമയമില്ല. ഇതപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരൊറ്റ ആയത്ത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാകും. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ബിലാൽ തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇറക്കി കൊടുത്ത ആയത്ത്. അകറ്റി നിർത്തിപ്പോയതിന്റെ ഉമ്മയുടെ ഏതെങ്കിലും പാരമ്പര്യം പറഞ്ഞുകൊണ്ട്, സാമ്പ്രദായിക ഏതെങ്കിലും പാരമ്പര്യങ്ങളുടെ കുറവുകൾ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിരുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ, ആ പ്രിയപ്പെട്ട സഹോദരനെ ചേർത്ത് നിർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ
വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഈ ഒരു ആയത്ത് എന്താ ലോകത്തോട് പറയുന്നതെന്നറിയോ? യാ അയ്യുഹന്നാസ്, നിങ്ങൾ ചിന്തിക്കണം, വിളിച്ചത് മനുഷ്യരെ എന്നാണ്. ഓ മനുഷ്യരെ എന്ന് 20 സ്ഥലങ്ങളിൽ വിളിച്ചതിൽ ഒരു വിളി ഇവിടെയാണ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും, നിങ്ങളെ തീർച്ചയായും പടച്ചത് മിൻ ദക്കരിൻ വ ഉൻസാ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഞാൻ നിങ്ങളെ പടച്ചത്. ഒരാണും വേണം ഒരു പെണ്ണും വേണം, എങ്കിലേ മക്കളുണ്ടാവും. ആണും പെണ്ണും ഇല്ലാതെ മക്കൾ ഉണ്ടാവോ? നിങ്ങൾക്ക് എന്താ എന്നോട് ദേഷ്യം? ഉണ്ടാവോ? ഇല്ല. അപ്പോ 2 പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. 2 പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അവര് ഗതികേട് കൊണ്ട് മുസ്ലിം പേരുള്ളവരാണ്. ആ മുസ്ലിം നാമധാരികളായ 2 സഹോദരിമാര് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവര് ഇനി ഞങ്ങൾ 2 പേരുമാണ് ഒരുമിച്ച് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോ സോഷ്യൽ മീഡിയ വിടാതെ അവരുടെ പിന്നാലെ കൂടിയിട്ട് ചോദിച്ചു, അപ്പൊ നിങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണണമെന്ന് ആഗ്രഹമില്ലേ? നിങ്ങൾക്കൊരു കുഞ്ഞു വേണ്ടേ? അത് പിന്നെ ഒരു ആണിന്റെ സഹായമില്ലാതെ പറ്റൂലല്ലോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? ആ സമയത്ത് 2 പേരും ഒരു മുൻധാരണയോടുകൂടി വളരെ ശക്തമായ ഭാഷയിൽ ഇന്റർവ്യൂ ചെയ്ത വിദഗ്ധയായ സോഷ്യൽ മീഡിയയിൽ സജീവമായ പങ്കുവഹിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിലെ ഒരാളോട് പറഞ്ഞ മറുപടി, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ട, കുഞ്ഞുങ്ങളെ ലാളിക്കണമെന്ന് തോന്നുമ്പോ ഞങ്ങൾ പട്ടിക്കുട്ടിയെ വാങ്ങിയിട്ട് വളർത്തുമത്രേ. പട്ടിക്കുട്ടിയെ വാങ്ങി ഞങ്ങൾ വളർത്തും, ഞങ്ങൾക്ക് മനുഷ്യക്കുട്ടികൾ വേണ്ട, ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. അല്ലാഹു പറഞ്ഞ എന്താ? മനുഷ്യരെ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഞാൻ നിങ്ങളെ പടച്ചിട്ടുള്ളത്. എന്നിട്ടോ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ, നിങ്ങളെ വ്യത്യസ്തമായ ഗോത്രങ്ങളാക്കി, വിഭിന്നമായ വൈവിധ്യമാർന്ന ഏതെങ്കിലുമൊക്കെ ഗോത്രങ്ങളായി, ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാക്കി മാറ്റിയത് എന്തിന്റെ പേരിലെന്നറിയോ? അല്ലാഹു പറയുകയാണ് ലിതആറഫൂ, നിങ്ങൾക്ക് അഡ്രസ്സിന് വേണ്ടിയാണത്, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്, നിങ്ങളുടെ മേൽവിലാസത്തിന് വേണ്ടിയാണ്. അല്ലാതെ ഒരിക്കലും നിങ്ങളെ പരസ്പരം വിഭിന്നമായ വ്യത്യസ്തമായ വൈവിധ്യമായ വൈരുദ്ധ്യമായ ഗോത്രങ്ങളും പ്രത്യേകമായ ജാതികളും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ആക്കി മാറ്റിയത് ഒരിക്കലും നിങ്ങൾ തമ്മിൽ ചാകാനല്ല, തമ്മിലടിക്കാനല്ല. ലോകത്തോട് ഖുർആന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം ഇതാണ്, ലിതആറഫു, ഇവൻ ഇന്ന കുടുംബത്തിൽപ്പെട്ടവൻ, ഇവൻ ഇന്ന ഗോത്രത്തിൽപ്പെട്ടവൻ, ഇവൻ ഇന്ന സമുദായത്തിൽപ്പെട്ടവൻ, ഇവൻ ഇന്ന സമുദായത്തിൽപ്പെട്ടവൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അള്ളാഹു നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വിവിധങ്ങളായ പല പല തലങ്ങളിലേക്ക് നിങ്ങളെ മാറ്റിയത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ പരസ്പരം അഡ്രസ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ആരാ നല്ലവര്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഭക്തിയുള്ളവരാരാൻ അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ആദരണീയർ. ഇതാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ മാനവീക സന്ദേശം എന്ന് പറയുന്നത്. സഹോദരിമാരെ, ഞാൻ ഖാലിയുടെ ഭാര്യയാണ്, ഞാൻ ഉസ്താദിന്റെ സഹോദരിയാണ്, ഞാൻ പ്രസംഗിക്കുന്നവന്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരാളുടെ ഇമാമിന്റെ ഉമ്മയാണ്. ആ ഒരൊറ്റ പരിഗണനയും ആർക്കും കൊടുക്കൂല ഇസ്ലാം, ആർക്കും കൊടുക്കില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ 950 വർഷക്കാലം ഞാനിപ്പോ പ്രസംഗിക്കാൻ ഇറങ്ങിയിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 15-16 വർഷമേ ആയിട്ടുള്ളൂ. 950 വർഷക്കാലം പ്രബോധന മാർഗത്തിൽ, പ്രചരണ മാർഗത്തിൽ, പ്രഭാഷണ മേഖലയിൽ സജീവമായിരുന്ന 1000 വർഷം തികയാൻ 50 വർഷത്തിന്റെ കുറവ് മാത്രമുണ്ടായിരുന്ന ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം ഈ ലോകത്ത് പരിശുദ്ധമായ തൗഹീദിന്റെ പ്രബോധനം നടത്തിയപ്പോൾ ആ നൂഹ് നബിയുടെ ചൂടും ചൂരുമേറ്റി കിടന്ന ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റിയ ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ വാഹില എന്ന പെണ്ണ് ശത്രുവായിരുന്നല്ലോ, അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ലല്ലോ.
എന്തുകൊണ്ടാണ്? ഇതേ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മകനെ ജലപ്രളയം വരുന്ന സമയത്ത് മകനെ യാ ബുനയ്യ, എന്റെ പൊന്നാര മോനെ, വിളിച്ച വിളി എങ്ങനെയാണ്? കുരുത്തം കെട്ട മോനെ എന്നല്ല വിളിച്ചത്. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇർകം മഅന, ഓടി വന്ന് കയറടാ, കപ്പലിൽ വന്ന് കയറി രക്ഷപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ സആവി ഇലാ ജബലി യഅ്സിമുനി, വാപ്പാ ആ പർവ്വതത്തിൽ കയറി ഞാൻ രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞ് നൂഹ് നബി അലൈഹിസ്സലാമിനോട് ധിക്കാരം കാണിച്ചിറങ്ങിപ്പോയ മോന് പർവ്വതത്തിന്റെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞപ്പോൾ ആ പ്രളയത്തിന്റെ വെള്ളം മുഴുവനും ആ പർവ്വതത്തിന്റെ മുകളറ്റം വരെ എത്തുമ്പോൾ ആ മകന് വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നത് കാണേണ്ടി വന്ന ഗതികേട് നൂഹ് നബി അലൈഹിസ്സലാമിന് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പടച്ചവനെ, അവൻ എന്റെ പൊന്നുമോനല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇന്നഹു ലൈസ മിൻ അഹ്ലിക, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല അവന്, ഇന്നഹു അമൽ ഗൈറു സാലിഹ്, അവന്റെ പ്രവർത്തനങ്ങളും നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട പ്രവാചകൻ നൂഹ് നബിയോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, വിട്ടേക്കു നബിയെ, നിങ്ങളുടെ മകനല്ല. ആ സമയത്ത് ചോരയിൽ പിറന്ന മകനാണ്, ഭാര്യയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന മോനാണ്. മനുഷ്യ സഹജമായി സങ്കടങ്ങൾ, വിഷമങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ആ വാപ്പയുടെയും മകന്റെയും ഇടയിൽ പർവ്വത സമാനമായ തിരമാല വന്ന് തിരശീലയിട്ട് അതിനപ്പുറത്ത് മകൻ മുങ്ങിച്ചത്തുപോയി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ എന്റെ വാപ്പ വലിയ കാളിയാണെന്ന് പറയുന്നത് കൊണ്ട് ഒരു മകനും നാളെ പടച്ചോണ്ടെടുക്കൽ അംഗീകാരം കിട്ടുമെന്നൊരു പ്രതീക്ഷ വേണ്ട. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സമ്മേളനത്തിലെ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശത്തിന്റെ അംബാസഡറായ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ആണുങ്ങളും പെണ്ണുങ്ങളും ഓരോ ആണും ഓരോ പെണ്ണിൽ നിന്നും പിറവിയെടുത്തവരാണ്. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ്. ഇന്നാ അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങൾ ഏറ്റവും അംഗീകാരം കിട്ടുന്നവര് ഭക്തിയോടെ ജീവിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. ആ ഭക്തി ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേപോലെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വിശ്വാസികളുടെ മുമ്പിൽ ഇതേപോലെ ദീൻ പ്രസംഗിച്ചു കൊടുത്ത ഒരു ചെക്കനാണ് ഇപ്പോ നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ നടക്കുന്നത്. ഇതേപോലെ പ്രസംഗിച്ച്, ഇതേപോലെ ആയത്തുകൾ പറഞ്ഞ്, ഇതേപോലെ പ്രസംഗിച്ച് നബിയങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്ത് അവസാനം പൊട്ടിക്കരഞ്ഞ ദുആരെന്ന് ഓരോ സദസ്സിൽ നിന്ന് പോയിരുന്ന ഒരു ചെക്കൻ ഇപ്പോ നിരീശ്വരവാദികളുടെ കൂടെയാണ്. മതം ഇല്ല എന്ന് പറയുന്നവരുടെ കൂടെയാണ്. മതം ഇല്ല എന്ന് പറയുക മാത്രമല്ല, എല്ലാ മതങ്ങളെയും അടച്ചാക്ഷേപിക്കുക മാത്രമല്ല, ഇസ്ലാമോഫോബിയ, ഇസ്ലാം വളർന്നു വരുന്നതിന്റെ പേരിൽ പേടിക്കുന്ന ഒരു ചെക്കൻ. എന്തുകൊണ്ടാണ്? അല്ലാഹു തആല നമുക്ക് തന്ന ഒരു വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യത്വവും ഒപ്പം ഈമാനികമായ ആവേശവും കൂടി അല്ലാഹു തന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നന്നായാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാതെ വാപ്പ മുസ്ലിമാണ് അല്ലെങ്കിൽ വാപ്പ നല്ല ആളാണ് അതുകൊണ്ട് ഞാൻ നല്ലവനാണ്, അങ്ങനെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. തീരുന്നില്ല സഹോദരങ്ങളെ. ഇസ്ലാമിനെ പഠിക്കാൻ താല്പര്യമുള്ളവർ നന്നായിട്ടൊന്ന് കേട്ടോ. ഒരുപാട് വിശദീകരിച്ച് പറയാൻ നമുക്ക് സമയമില്ല. ശരവേഗത്തിൽ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ അല്ലെങ്കിൽ ഇസ്ലാം ഒരാൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് വ്യക്തമായി എന്റെ ഹൈന്ദവ ക്രൈസ്തവ സഹോദരി സഹോദരന്മാർ എവിടെ ഇരുന്നായാലും ഈ പ്രസംഗം കേൾക്കണമെന്ന് ഞാൻ പറയാണ്. ദീനീ പ്രബോധന മേഖലയിൽ, ദീനീ പ്രചരണ മേഖലയിൽ സജീവമായി നമ്മൾ ഈ കാര്യങ്ങൾ ഉണർത്തുമ്പോൾ അള്ളാഹു നമുക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന ജനങ്ങളോട് അള്ളാഹുവിന്റെ ദീനിനെ പറ്റി പറയാൻ കിട്ടുന്ന ഒരു അവസരമുണ്ട്. ആ അവസരം വിശുദ്ധ ദീനിനെ സംബന്ധിച്ച് വളരെ ശക്തമായ നിലയിൽ അല്ലെങ്കിൽ ദീനിനെ പറ്റി വളരെ വ്യക്തമായ നിലയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുക എന്നുള്ളത് അള്ളാഹു നമുക്ക് തന്ന വലിയൊരു ഔദാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാം ഒരു മനുഷ്യന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം എന്താണെന്നറിയോ? ഒരൊറ്റ മതങ്ങൾക്കും അവകാശപ്പെടാൻ കഴിയില്ല. ഇസ്ലാമിനെ പഠിക്കാൻ തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കേട്ടോ. ഒന്നാമതായിട്ട് ജനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകിയെന്നതാണ്. പിറക്കാനുള്ള സ്വാതന്ത്ര്യം, പിറക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമാണ് കൊടുത്തത്. അള്ളാഹുവിന്റെ ഹബീബ് കടന്നു വരുന്ന നൂറ്റാണ്ട് നമുക്കറിയുമല്ലോ. ആ കാലഘട്ടത്തിലാണ്
പെൺകുഞ്ഞ് പിറക്കുന്നു എന്ന ദുഷ്ടവാർത്ത, പെൺകുഞ്ഞ് പിറക്കുന്നു എന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുഷ്കരമായ ഒരു വാർത്ത. ആ വാർത്ത കേൾക്കേണ്ട താമസം അവരുടെ മുഖമെല്ലാം വാടിത്തളർന്ന് അവരുടെ മുഖമെല്ലാം കറുത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്താണ് അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന് കടന്നു വരികയാണ്. എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇന്റെ ആയത്തോട് കൊടുക്കുകയാണ്. പിറക്കാനും ജനിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിലൂടെയാണ് മനുഷ്യന് കിട്ടിയത്. അറിയുമല്ലോ, തന്റെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ ആ പെണ്ണ് പേറ്റുനോവിന്റെ വേദന സഹിച്ചുകൊണ്ട് പ്രസവിക്കുന്ന കുട്ടിയെ എടുത്ത് ലിംഗനിർണയം നടത്തിയിട്ട് പെൺകുഞ്ഞാണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ അർഗുല ചെയ്തിരുന്ന കാലത്തിലല്ലേ റസൂലുള്ള പൂജാതരായത്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങൾ അവരെ പരിശുദ്ധരാക്കുകയാണ്. ഒരു പെണ്ണ് പിറക്കുമ്പോൾ ആ പെണ്ണിനെ ജീവനോടെ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ആ പെണ്ണ് മകളാണ്, ഭാര്യയാണ്, പെങ്ങളാണ്, ഉമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിന്റെ മഹത്വം ലോകത്തിന്റെ മുമ്പിൽ വരച്ച് കാണിച്ചു കൊടുത്തു മുഹമ്മദ് മുസ്തഫ. പെണ്ണ് കുഞ്ഞായിരിക്കുമ്പോൾ, മകളായിരിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങി തരുന്നവളാണ്. അവള് ഭാര്യയാകുമ്പോഴോ ആ ഭാര്യയാകുന്ന പെണ്ണ് ദീനിന്റെ പകുതി പൂർത്തീകരിക്കുന്നവളാ. ഉമ്മയാകുമ്പോഴോ ആ ഉമ്മയുടെ കാൽ ചുവട്ടിലും മക്കളുടെ സ്വർഗം കൊണ്ട് നടക്കുന്നവരാ. അതുകൊണ്ട് പെണ്ണിനെ കൊല്ലല്ലേ, പെണ്ണിനെ നിങ്ങൾ കുഴിച്ചു മൂടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകനായി കടന്നു വന്ന അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി കൊടുക്കുകയാണ്. സൂറത്തുൽ ഇസ്രാ, വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ കൊന്നൊടുക്കരുത്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നൊടുക്കരുത്. പ്രസവിച്ച എന്റെ സഹോദരിമാരെന്നെ കേൾക്കുന്നുണ്ടല്ലോ, ഗർഭിണികളായ സഹോദരിമാരെന്നെ കേൾക്കുമല്ലോ. അതല്ലെങ്കിൽ നാളെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാ ഗർഭം ധരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, മനസ്സിന്റെ ഉള്ളറകളിൽ കോറിയിടേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി എന്തെന്നറിയോ? നമുക്ക് അല്ലാഹു ഒരു കുഞ്ഞ് തന്നാൽ, നമ്മുടെ വയറ്റിൽ ഒരു പ്രിയപ്പെട്ട കുഞ്ഞിനെ അല്ലാഹു തആല തന്നാൽ അത് കിട്ടാത്ത എത്രയോ ആയിരക്കണക്കിന് ആളുകളുണ്ടെന്നറിയോ? ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ 10 ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ട് പല ചികിത്സയും നടത്തിയിട്ട് കുഞ്ഞില്ലാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ഒരു കുടുംബം ദ്വാരക്കണമെന്ന് പറഞ്ഞു വസിയ്യത്ത് ചെയ്തു. അല്ലാഹുവേ, അവർക്ക് സാലിഹീങ്ങളായ സന്താനങ്ങളെ നീ കൊടുക്കണേ അല്ലാ. ഇല്ലാത്ത മക്കളില്ലാത്തവർക്ക് അതിന്റെ വേദന അറിയോളൂ. പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് നീ മനസ്സിൽ ചിന്തിക്കുകയാണ്, എനിക്കിപ്പോ ഇത് വേണ്ടായിരുന്നെന്ന്. ഇങ്ങനെ ഒരു കുഞ്ഞിപ്പോ വേണ്ടായിരുന്നെന്ന് നീ ചിന്തിച്ചു പോയാ ആ ചിന്ത പോലും പ്രിയപ്പെട്ടവരെ ട്രാൻസ്മിറ്റർ വഴിയിട്ട് കുഞ്ഞിന് എത്തിച്ചു കൊടുക്കുന്നു. ശാസ്ത്രം കണ്ടെത്തിയതാണ്. ഈ കുഞ്ഞിപ്പോ വേണ്ടായിരുന്നു എന്ന് ഉമ്മ ചിന്തിക്കുന്ന ചിന്ത പോലും ആ പള്ളയിൽ കിടക്കുന്ന കുഞ്ഞറിയുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചല്ലോ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഗർഭിണിയാകുമ്പോ കുഞ്ഞുങ്ങളെ വയറ്റിൽ ചുമന്നുകൊണ്ട് നിൽക്കുമ്പോ അള്ളാന്റെ ഖുർആൻ ധാരാളമായിട്ട് ഓതണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വയറ്റിൽ കിടന്ന് സർവ്വതും കേൾക്കുമെന്നല്ലേ? കാലങ്ങളിൽ നഫീസത്ത് മാല പാടിയിരുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് ഏത് നഫീസ എന്ന് ചോദിച്ചിട്ട് ആളുകൾ വരാൻ തുടങ്ങിയപ്പോ, സഹോദരങ്ങളെ, പണ്ട് കാലങ്ങളിലുള്ള പ്രസവത്തിന്റെ കഥകൾ കേട്ടിട്ടുണ്ട്. വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ പ്രസവ വേദന വരും. ആ കയറിനെ ഏതെങ്കിലും മരത്തിൽ കെട്ടിയിട്ട് പോയി പ്രസവിച്ച് വന്നിട്ട് ബാക്കി വെള്ളം കോരിയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ചുട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പേറ്റുനോവിന്റെ വേദന വരുന്നത്. ആ സമയത്ത് ആ ചട്ടിയെടുത്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് വീട്ടിനകത്ത് പോയി പ്രസവിച്ചതിന് ശേഷം ബാക്കി വന്നിട്ട് വീണ്ടും അപ്പം ചുടുന്ന ഉമ്മമാരുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നറിയോ? ആ കാലഘട്ടത്തിൽ അവർ അങ്ങനെയാണ് ജീവിച്ചത്. ഇന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതിനെ ചുട്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ പോലും വകവെക്കാതെ ഒരു പെണ്ണ് സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ 1-ാം മാസം മുതൽ ബെഡ് റെസ്റ്റ് ആണ്. 1-ാം മാസം മുതൽ പെണ്ണിന് ബെഡ് റെസ്റ്റ് ആണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണേ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇപ്പൊ വേണ്ടെന്ന് ചിന്തിക്കാൻ
പോലും പാടില്ല. ശാസ്ത്രം കണ്ടെത്തിയത് നിങ്ങൾ വേണ്ട എന്ന് ചിന്തിക്കുന്നത് പോലും ട്രാൻസ്മിറ്റർ വഴിയിട്ട് ആ കുട്ടിക്കല്ല എത്തിച്ചു കൊടുക്കുകയാണ്. ആ കുഞ്ഞിന് നിങ്ങളോട് വൈരാഗ്യം തോന്നും, പ്രസവിച്ചു വന്നാലും നിങ്ങളോട് വല്ലാത്ത വാശി തോന്നും. അതുകൊണ്ട് പിറക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത പരിശുദ്ധ ഇസ്ലാം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിലും മനുഷ്യന് മാനവിക നന്മയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഒന്നാമതാകട്ടെ പിറക്കാനുള്ള സ്വാതന്ത്ര്യമാണെങ്കിൽ ഇനി രണ്ടാമതാകട്ടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തത് ഇസ്ലാമാണ്. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തത് ഇസ്ലാമാണ്. അറിയുമോ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഒരു കാരണവശാലും നിങ്ങൾ തമ്മിൽ തല്ലാൻ പാടില്ല, നിങ്ങൾ പരസ്പരം കൊല നടത്താൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൊല ചെയ്യാൻ പാടില്ല. ഇന്ന് ചാവുന്നവൻ അറിയില്ല എന്തിന് താൻ ചത്തുപോയെന്ന്, കൊല്ലുന്നവൻ അറിയില്ല താൻ എന്തിനാണ് അവനെ കൊന്നതെന്ന്, കൊല്ലിക്കുന്നവൻ അറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് അവനെ കൊല്ലിച്ചതെന്ന്. അങ്ങനെ ഒരു കെട്ട കാലത്തല്ലേ സഹോദരങ്ങള്. ഇന്നലെ ഞാൻ പ്രസംഗിച്ചത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ എന്ന് പറയുന്ന ക്ഷേത്രത്തിനടുത്ത് ചാറത്തിങ്കൽ എന്ന് പറയുന്ന പ്രവിശാലമായ ഒരു മസ്ജിദിന്റെ ആ പരിശുദ്ധമായ സദസ്സിലാ ഞാൻ പ്രസംഗിച്ചത്. അവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഒരു പാവപ്പെട്ട ഉമ്മ ആമിന ബീവി എന്ന ഉമ്മയെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് കത്തി കൊണ്ടുവന്ന് കഴുത്തിൽ കുത്തിയിട്ട് രണ്ടാമത് വീണ്ടും കത്തി കൊണ്ട് ഉമ്മയുടെ നെഞ്ചത്തേക്ക് കുത്തിയിട്ട് ആ പെങ്ങളും മറിഞ്ഞു വീഴുകയാ. മരിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ആ പ്രിയപ്പെട്ട ഉമ്മയെ മകന് ഗ്യാസിന്റെ സിലിണ്ടർ എടുത്ത് തലക്കടിച്ചു കൊല്ലുകയാ. ഇതെവിടെ നടന്ന സംഭവമാണ്? മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവമാണ്. തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുതുകത്തും നെഞ്ചത്തും ആ കത്തി കൊണ്ട് കുത്തിയിട്ടും മരിക്കാതെ വന്നപ്പോ സിലിണ്ടർ എടുത്തു കൊണ്ടുവന്ന് തലക്കടിച്ചു കൊലപ്പെടുത്തിയിട്ട് പാപ്പയോട് ചെന്നിട്ട് പറയുന്നു, ആ ശൈത്താനെ ഞാൻ കൊന്നുവാപ്പാ, ആ ശൈത്താനെ ഞാൻ കൊന്നുവാപ്പാ എന്ന് പറയുന്ന കുരുത്തം കെട്ട മക്കളുടെ ലോകത്ത് ആശിക്കുന്ന മകന് സുബൈദ എന്ന ഉമ്മയെ കൊന്നത് നിങ്ങൾക്കറിയുമല്ലോ. ഉമ്മയുടെ കഴുത്തിലേക്ക് കൊടുവാള് കൊണ്ടുവന്ന് ആഞ്ഞാഞ്ഞ് വെട്ടിയപ്പോൾ തല ഓപ്പൺ സർജറി ചെയ്തിട്ട് തലയോട്ടി ഓപ്പൺ ആക്കിയിട്ട് ആ തലയോട്ടിയിലെ ബ്രെയിൻ ട്യൂമർ വന്ന പ്രിയപ്പെട്ട സുബൈദ എന്ന സഹോദരി തലയിൽ സ്റ്റിച്ചിട്ട് വിശ്രമത്തിൽ കിടക്കുമ്പോഴല്ലേ മകൻ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഉമ്മയെ കാണാനെന്ന വേജേന വന്നിട്ട് അയൽവാസിയുടെ വീട്ടിൽ ചെന്നിട്ട് വലിയ കടാര വാങ്ങി തേങ്ങ പൊതിക്കാനെന്ന് പറഞ്ഞിട്ട് ആ കടാര കൊണ്ടുവന്ന് ഉമ്മാടെ കഴുപ്പിൽ ആഞ്ഞാഞ്ഞ് വെട്ടിയിട്ട് ആ മകൻ പറഞ്ഞത് എന്താണ്, നീ എന്നെ പെറ്റതിന് ഞാൻ നിനക്ക് തരുന്ന സമ്മാനമാടി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കെട്ടകാലത്ത് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഒരു കാരണവശാലും നിങ്ങൾ ഒരു ഹിന്ദുവിനെ കൊല്ലാൻ പാടില്ല, ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ കൊല്ലാൻ പാടില്ല, ഒരു ജൂതനെ കൊല്ലാൻ പാടില്ല, ഒരു ബുദ്ധനെ നിങ്ങൾ കൊല്ലാൻ പാടില്ല, ഒരു മതത്തിന്റെ പോട്ടെ ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലാൻ പാടില്ലെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. വെറും ഇസ്ലാമിന്റെ ലേഖനങ്ങളല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ കലാം സൂറത്തു ബനി ഇസ്രായേലിലെ ആയത്തിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ, വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അവിടെയാണ് ഇസ്ലാമിനെ വായിച്ചെടുക്കേണ്ടത്, അവിടെയാണ് ഇസ്ലാമിനെ പഠിക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനിക്കാനും വളരാനുമുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം കൊടുക്കുന്നെന്ന് മാത്രമല്ല, മൂന്നാമത് അല്ലാഹുവിന്റെ ദീൻ കൊടുക്കുന്ന ഇസ്ലാം കൊടുക്കുന്ന സ്വാതന്ത്ര്യം എന്തെന്നറിയോ? ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന മൂന്നാമത്തെ കാര്യം വിശ്വാസത്തിന് അവകാശം കൊടുക്കാൻ. ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം, ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം. ഒരാളും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാള് നിങ്ങൾ പറ, മുസ്ലിം ഇസ്ലാമിൽ നിന്ന് ഒരു മുസ്ലിം അല്ലാത്ത ഏതൊരു മതത്തിലേക്ക് പോട്ടെ, മതം ഉണ്ടാകട്ടെ അവൻ ഇല്ലാതാകട്ടെ, അവൻ പോയി എന്നതിന്റെ പേരില് അവനെ ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ അവനെ കൈകാര്യം ചെയ്യണമെന്ന് ഇന്ന് വരെ ഫത്വ കൊടുത്തിട്ടുണ്ടോ? കൊടുക്കൂല. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ ആയത്തുൽ കുർസി കഴിഞ്ഞ ഉടനെ, ആയത്തുൽ കുർസി നമുക്കറിയാലോ ഏറ്റവും ശ്രേഷ്ഠമായ ആ ആയത്ത്, ആ സൂക്തം കഴിഞ്ഞാൽ ഉടനെ തുടങ്ങുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ.
ഒരാളെ നിർബന്ധിച്ചതിനകത്ത് ഒരാൾക്കും നിർബന്ധിച്ച് ഒരിക്കലും ഇസ്ലാം വിശ്വസിക്കാനോ ഇസ്ലാമിൽ നിൽക്കാനോ ആരും പറയാൻ പാടില്ല. അള്ളാഹ്ക്ക് പോലും നിർബന്ധമില്ല, പിന്നെന്താ നമുക്ക് നിർബന്ധം? ദീനിൽ ഒരു കാര്യങ്ങൾക്കും നിർബന്ധമില്ല. അത് മുസ്ലിമീങ്ങൾ തമ്മിലായാൽ പോലും. ഒരു ഹദീസിൽ മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, രണ്ട് പേരുണ്ടായിരുന്നു ബനു ഇസ്രായേൽ, രണ്ട് സഹോദരങ്ങൾ. ഒരാൾ നല്ലവനാണ്, അയാൾ നല്ല ഇബാദത്തുള്ള ആബിദായ നല്ല മനുഷ്യൻ. ഒരു തെങ്ങില് എല്ലാ തേങ്ങയും നല്ലതാവൂലല്ലോ, ഒരെണ്ണം കേടുള്ളതാവൂലേ എന്നതുപോലെ ഒരു ഉമ്മാടെ വാപ്പാടെ രണ്ട് മക്കളിൽ ഒരാൾ നല്ലവനാണ്, മറ്റവനാകട്ടെ ജീവിതത്തിൽ ദുഷ്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവനാണ്. അവന് സൽക്കർമ്മം എന്താണെന്ന് പോലും അറിയില്ല. ആ മകനെ നല്ലവനായ സാലിഹായ മനുഷ്യൻ എന്നും ഉപദേശിക്കുമായിരുന്നു. എടാ നീ നന്നാക്, നീ എന്തിനാ കുഴപ്പങ്ങളിൽ പോകുന്നത്, നീ എന്തിനാ അങ്ങനെ പോകുന്നത് ഇങ്ങനെ പോകുന്നത്, നിനക്ക് നന്നായിക്കൂടെ, നിനക്ക് നല്ലതുപോലെ ജീവിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉപദേശിക്കുമായിരുന്നു. അവസാനം ആ ഉപദേശം അയാൾക്ക് സഹിക്കാൻ കഴിയാതെ ഒരു ദിവസം ഈ പാപിയായ മനുഷ്യൻ, ഈ ജീവിതത്തിൽ നന്മ ചെയ്ത മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, അബുഇസ്ത ഇലയ്യ റഖീബ, എടാ നിന്നെ അല്ലാഹു എന്നെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? നിന്നെ പടച്ചോൻ എന്നെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്നിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയാൾ പറഞ്ഞു അത്രേ, ഖല്ലിനി വറബ്ബി, എടാ നീ എന്റെ കാര്യം നോക്കണ്ട, അതെന്റെ റബ്ബ് നോക്കിക്കോളൂ, നീ നിന്റെ പണി നോക്കിപ്പോ. ഇതങ്ങോട്ട് കേട്ട മാത്രയിൽ ജീവിതത്തിൽ നന്മ ചെയ്ത മനുഷ്യൻ ഉപദേശിയാണ്. അയാൾ പറഞ്ഞു അത്രേ, വല്ലാഹി ലാ യുദ്ഖിലുകല്ലാഹുൽ ജന്ന, വല്ലാഹി ലാ യഗ്ഫിറു ലക വലാ യുദ്ഖിലുകൽ ജന്ന. പടച്ചവനാണ്, നിനക്കല്ല പുറത്തും തരൂല, നിനക്കല്ലാഹു സ്വർഗവും തരൂല. ആണയിട്ട് പറഞ്ഞു, അല്ല നിനക്ക് പുറത്തും തരൂല, അല്ലാഹു നിനക്ക് സ്വർഗവും തരൂല. നിങ്ങൾ ആലോചിക്കണം, വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ കേട്ടോ. ഒരു മുസ്ലിം ഒരു അമുസ്ലിമിന്റെ അടുക്കൽ ചെന്ന് നീ മുസ്ലിം ആകണം, അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞവനെ നിർബന്ധിച്ചിട്ട് കയറ്റേണ്ട കാര്യമില്ല. മിസ് കോൾ അടുപ്പിച്ചിട്ട് ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. കോളനി വെച്ച് കൊടുത്തും ഓട്ടോറിക്ഷ കൊടുത്തും ആട് വാങ്ങിക്കൊടുത്തും ബൈക്ക് വാങ്ങിക്കൊടുത്തും സ്കൂട്ടർ വാങ്ങിക്കൊടുത്തും ഇസ്ലാമിലേക്ക് ആളെ കൂട്ടേണ്ട ആവശ്യമില്ല. കോളനികൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടേണ്ട കാര്യമില്ല. ആർക്കാണോ അല്ലാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹു അവർക്ക് കൊടുത്തോളും. അതിനുള്ള മാർഗം നമ്മൾ തുറന്നു കൊടുക്കുക. ആ മാർഗത്തിൽ അവർക്ക് പഠിച്ച് ഇസ്ലാം അവർക്ക് അല്ലാഹു വരദാനമായി നൽകിയാൽ അൽഹംദുലില്ലാഹ് അവർ രക്ഷപ്പെട്ടു. പക്ഷേ നിർബന്ധിക്കാൻ പാടില്ല. മുസ്ലിമായ ഒരാള് പരസ്പരം ജീവിതത്തിൽ ഒരു സഞ്ചാരത്തിൽ അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരാള് മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ ഉപദേശിക്കാം. പക്ഷെ ഒരിക്കലും നിനക്കല്ല പുറത്തു തരൂലെന്നോ നിനക്കല്ലാഹു സ്വർഗം തരൂലെന്നോ പറയാൻ നമ്മൾ ആരും റഖീബല്ല. നമ്മളെ ആരും അല്ലാഹു തആല നിരീക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രണ്ടുപേരും മരിച്ചു. നാളെ പരലോകത്ത് വരുമ്പോ ആദ്യം അല്ലാഹു വിളിക്കുന്നത് ആരെയാണെന്നറിയോ? ഈ പാപിയായ മനുഷ്യനെ. ജീവിതത്തിലെ പാപങ്ങൾ ചെയ്തു കൂട്ടിയ മനുഷ്യനാണ്, തോന്നിയാസയാണ്, താൻ തോന്നിയാണ്. പക്ഷേ അവനെ അല്ലാഹു വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ പറഞ്ഞല്ലോ ഖല്ലിനി വറബ്ബി, എനിക്കെന്റെ കാര്യം അല്ലാഹുവിനെ നോക്കിക്കോളുമെന്ന് നീ പറഞ്ഞല്ലോ, എന്റെ കാര്യം പടച്ചോനെ നോക്കിക്കോളുമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് പൊയ്ക്കോ, ഉദ്ഖുലുൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്, പൊയ്ക്കോളൂ. ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് വിട്ടു. മറിച്ച് ജീവിതത്തിൽ നന്മകൾ ചെയ്ത് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന മനുഷ്യൻ, അയാളെ അല്ലാഹു തആല അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു അത്രേ, നിനക്ക് എങ്ങനെ അറിയാം, നിനക്ക് എന്തറിയാം എന്റെ വിഷയത്തിൽ? നീ ആലിമാണോ? എന്റെ വിഷയത്തിൽ നീ ഇത്ര വലിയ ഗ്രാഹ്യമുള്ളവനാണോ? അതുകൊണ്ട് മലായിക്കത്തുകളെ ഇവനെ നരകത്തിലേക്ക് കൊണ്ടുപോകൂ. അങ്ങനെ ആ മനുഷ്യൻ നരകത്തിലേക്ക് പോയി എന്ന് സയ്യിദുനാ
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാം. നമുക്ക് ഉപദേശിക്കാം, പ്രസംഗിക്കാം. പക്ഷെ ഒരാളെ അള്ളാഹു നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നരകം തരും, നിങ്ങൾ അള്ളാഹുവിന്റെ കത്തിയാടുന്ന നരകത്തിന്റെ അടിത്തട്ടിലേക്ക് പോയി വെന്തുരുകും, നിങ്ങൾ അള്ളാഹു തആല നിങ്ങളെ ശപിക്കും, നിങ്ങളെ പടച്ചോൻ പരീക്ഷിക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരില്ല എന്ന് പറയാൻ നമ്മൾ ആരാണ്? ഇസ്ലാമിന്റെ ആയത്ത്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും തിരുവചനങ്ങളും മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പ്രസംഗിക്കാം എന്നതിനപ്പുറത്ത് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട്, ഒരാളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. നമുക്ക് എപ്പോഴാ മരണമെന്ന് പറയാൻ കഴിയില്ല.